ഹലോ കൂട്ടുകാരെ, PSC ഗുരു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ 10th പ്രിലിംസിൻ്റെ PYQ ആണ് നോക്കുന്നത്. മുമ്പ് നടന്ന 2021 നടന്ന PYQ ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. നമുക്ക് നോക്കാം. പിന്നെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കേരള സർക്കാരിൻ്റെ 2020 ചോദിക്കൂല, പക്ഷേ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു പോകുന്നതാണ്. കേരള സർക്കാരിൻ്റെ 2020 സ്വാതി പുരസ്കാരം നേടിയത് ആരാണ്? നമ്മുടെ ഡോക്ടർ എൽ സുബ്രഹ്മണ്യമാണ്. ഇനി പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധാനമായ സച്ചി 2020 ജൂൺ 18 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേരെന്താണ്? KR സച്ചിദാനന്ദനാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കോട്ടയത്തെ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്ടിൻ്റെ ചെയർമാൻ നിയമത്തിനായി ആരാണ്? അടൂൽ ഗോപാലകൃഷ്ണനാണ്. അതൊന്നും ചോദിക്കൂലേ. അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ്? അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ചാണ്. മുഴപ്പിലങ്ങാട് വെച്ച് നമുക്കറിയാം കണ്ണൂരുള്ളതാണ്. എന്താണ്? ഡ്രൈവിംഗ് ബീച്ചാണ്. ഓക്കെ. അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യനാണ്, തിരുവനന്തപുരത്തെ ശ്രീ പത്മസ്വാമി ക്ഷേത്രത്തിൽ കുടുംബത്തിൻ്റെ അവകാശങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ആ ക്വസ്റ്റ്യൻ ഡിലീഷനാണ്. ആ ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യനാണ്, ഡിലീഷൻ ചെയ്ത ക്വസ്റ്റ്യനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനാണ് അജൽ മിശ്രയാണ്. ആരാണ്? അജൽ മിശ്ര. ഇനി ദേശീയ യുവജന ദിനാഘോഷത്തിൻ്റെ ജനുവരി 12 ദേശീയ യുവജന ദിനം. ഇത് 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെയാണ്? ലക്നൗവിലാണ്. അപ്പോൾ ആരുടെ ജന്മദിനമാണ് ജനുവരി 12? ആരുടെ ജന്മദിനമാണ്? ആരാണ്? സ്വാമി വിവേകാനന്ദ ജന്മദിനമാണ് ജനുവരി 12. സ്വാമി വിവേകാനന്ദ ജന്മദിനമാണ് ജനുവരി 12. ഇനി എട്ടാമത്തതാണ്, 2020 രാജ്യാന്തര യോഗാ ദിനത്തിന് വേദിയായത് എവിടെയാണ്? ലേയാണ്. ഇനി ഇതിൽ ക്വസ്റ്റ്യൻ നമുക്ക് പുതിയ നോക്കാം. 2025 യോഗാ ദിനത്തിൻ്റെ വേദി എവിടെയാണ്? ന്യൂഡൽഹിയിലെ നാഷണൽ സയൻസ് സെൻറ്ററിലാണ് വേദി. എത്രാമത്തതാണ് 2025 യോഗാ ദിനം? 11ാമത്തതാണ്. ഇപ്രാവശ്യത്തെ ആപ്തവാക്യം എന്നാണ്? യോഗ ഫോർ വൺ എർത്ത് ഓൺ ഹെൽത്ത്. അതായത് യോഗ ഫോർ വൺ എർത്ത് ഓൺ ഹെൽത്ത് എന്നതാണ്. ഇനി ചുവടെ ചേർത്തുള്ളവയിൽ നോക്കാം. നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി ആരാണ്? കൃത്തിക് പാണ്ഡെയാണ്. ഇനി ചുവടെ ചേർത്തുള്ള ഇന്ത്യയേക്കാൾ വലുപ്പമുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയേക്കാൾ വലുപ്പമുള്ള രാജ്യം ബ്രസീലാണ്. ഇന്ത്യയേക്കാൾ വലുപ്പമുള്ള രാജ്യം ഏതാണ്? ബ്രസീലാണ് ഇന്ത്യയേക്കാൾ വലുപ്പമുള്ള രാജ്യം. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? ഇന്ത്യക്കുള്ള സ്ഥാനം 7ാം സ്ഥാനമാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രാം സ്ഥാനമാണ്? ഇന്ത്യയുടെ സ്ഥാനം 7ാം സ്ഥാനമാണ്. ഇനി അടുത്തത്, ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്ര? ഉത്തരം ഏതാണ്? ഉത്തരം ബി ആണ്. അതായത് 8-4 നോർത്ത് മുതൽ 36 നോർത്ത് വരെയാണ്. 8-4 ഇതുവരെ 36 നോർത്ത് വരെയാണ്. അടുത്തതാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹിൽ സ്റ്റേഷനിലൂടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഹിൽ സ്റ്റേഷൻ രാജകുമാരി അല്ലേ? കൊടൈക്കനാലാണ്. കൊടൈക്കനാലാണ് ഹിൽ സ്റ്റേഷനിലൂടെ രാജകുമാരി എന്നറിയപ്പെടുന്നത്. അടുത്താണ്, ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? അതേതാണ്? നർമ്മദയാണ്. അപ്പോൾ ഉൾപ്പെടുന്ന നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? കൃഷ്ണ, കാവേരി, മഹാനദി എന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ഉത്തരം എന്താണ്? സിന്ധുവിൻ്റെയാണ്. അപ്പോൾ ഇതിങ്ങനെ ഓർത്തു വെക്കാം. നമ്മൾ ഇന്ത്യയിൽ എയർപോർട്ടായ ലേയിൽ പോകുമ്പോൾ സിന്ധു നദിയിൽ കുളിച്ചിട്ട് വന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ പോയി സിന്ധു നദിയിൽ എന്ത് ചെയ്തു? നമ്മൾ കുളിച്ചു വന്നു. അപ്പോൾ സിന്ധു എന്ന് ഓർത്ത് വെക്കണേ. ഓക്കെ. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ? മൺസൂൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു മൻസൂർ എന്നെല്ലാം കഴിയില്ല, ഒരു മുസ്ലിം പേരല്ലേ. അതുകൊണ്ട് തന്നെ അറബി എന്ന് ഓർക്കാം. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിലാണ്? അറബി വാക്കിൽ നിന്നാണ് വന്നത്. മൺസൂൺ എന്നത് അറബി വാക്കിൽ നിന്നാണ് വന്നത്. ഇനി
അടുത്ത ക്വസ്റ്റ്യൻ ആണ് കാൽബൈശാലി എന്നത് എന്താണ്? കാൽബൈശാലി കാൽബൈശാലി എന്താണ്? ഒരു കാറ്റിൻ്റെ പേരാണ്, കാറ്റാണ് കാൽബൈശാലി എന്ന് പറയുന്നത്. ഓക്കെ, അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിലെ പ്രസിദ്ധമാണ്? അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിൽ പ്രസിദ്ധമാണ്? ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തിന് പ്രസിദ്ധമാണ്. ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം. അപ്പോൾ ഈ സിംഹം എവിടെയാണ്? ഗിർ വനത്തിലാണ്. സിംഹം എന്താണ്? ഗർജിക്വലയോ ഗിർ വനത്തിനാണ് സിംഹം ഉള്ളത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ ഉദ്യാനം ഏതാണ്? കാഞ്ചൽജംഗ ദേശീയോദ്യാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ്? കാഞ്ചൽജംഗ ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിച്ചേർന്ന പോർച്ചുഗീസ് നാവികനാരാണ്? വാസ്കോഡ ഗാമയാണ്. നമുക്ക് കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ 1498 എത്തിയതാണ് വാസ്കോഡ ഗാമ. ഇനി ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം 1858 ഝാൻസി റാണി വീരമൃത്യു വരിച്ചത്. 8ന്റെ പണിയെട്ട് 1858 ബാക്കി 1 5 പഠിച്ചു വെച്ചോളാം. 1858 ആര് മരിച്ചത്? ഝാൻസി റാണി വീരമൃത്യു വരിച്ചത്. ഇനി ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ആ പേര് തന്നെയാണ് ബനാറസ് ഉടമ്പടി ആരുടെ കാലത്താണ്? വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാണ്? ബ്രഹ്മസമാജമാണ്. ഓക്കെ, ഇതാരാണ് സ്ഥാപിച്ചത്? രാജാറാം മോഹൻ റോയിയാണ് സ്ഥാപിച്ചത്. ഏത് വർഷം? 1820 ഓഗസ്റ്റ് മാസം 20. ഇനി ആര്യസമാജം ആരുടെയാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയുടെയാണ്. ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ഇനി ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? 1815 ആത്മീയ സഭ രൂപീകരിച്ചത്. 1815 ഏതാണ്? ആത്മീയ സഭ രൂപീകരിച്ചു. ഇനി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നമുക്കറിയാം ആരാണ്? നെഹ്റു ആണ്. ആരൊക്കെ തമ്മിലാണ്? ചൗവൻലായുമായിട്ടാണ്. ഏത്? ചൈനയുടെ. ഇനി പയ്യന്നൂർ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയത്തിൽ അധ്യക്ഷത വഹിച്ചതാരാണ്? നമ്മൾ നെഹ്റുവാണ്. 4ാം അഖില കേരളത്തിൽ 4 ആ ഞായിൽ തന്നെ 4ാം നെഹ്റു. ഇനി ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? നമ്മുടെ 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ് അല്ലേ? ഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹമാണ്. അപ്പോൾ ഗാന്ധിജി ഏത് വർഷമാണ് ആർക്ക് വേണ്ടിയാണ്? അതായത് ചമ്പാരൻ നീലം കർഷകർക്ക് വേണ്ടിയാണ്. 1917 എപ്പോൾ? 1917 ഇത് എന്നത് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. നമുക്ക് അടുത്ത സത്യാഗ്രഹം ബർദോളി സത്യാഗ്രഹം സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വമാണ്. ബർദോളി സത്യാഗ്രഹം. ഗേഡ സത്യാഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ഗാന്ധിജിയുടെ 2ാമത്തെ സത്യാഗ്രഹമാണ്. പിന്നെ ഏതാ വർഷം? 1918. ഇനി അഹമ്മദാബാദ് സത്യാഗ്രഹം 1918. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരം ഏതാണ്? നിരാഹാരം അഹമ്മദാബാദ് സത്യാഗ്രഹമാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇനി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ മറ്റൊരു പ്രത്യേകത നമുക്ക് നോക്കാം. അതിനുമുമ്പ് ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? രാഷ്ട്രപതിയാണ് രാജേന്ദ്ര പ്രസാദാണ്. 2ാമത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇനി ഈ ഗ്യാനി സെയിൽ സിംഗ് എത്രാമത്തെയാണ്? 7ാമത്തെ രാഷ്ട്രപതിയാണ്. വി ഗിരിയോ 4ാമത്തെ രാഷ്ട്രപതിയാണ്. സക്കീർ ഹുസൈനോ 3ാമത്തേത്. ഇത് 3, ഇതെത്ര? ഇത് 4. ഇതെത്രാമത്തെ രാഷ്ട്രപതി? ഇത് 7ാമത്തെ രാഷ്ട്രപതിയാണ്. ഇനി ഒരു സംസ്ഥാനത്തെ ഗവർണറായതിനു ശേഷം പ്രസിഡൻ്റായ ആദ്യ വ്യക്തി ആരാണ്? അതായത് സംസ്ഥാനം എന്ന പേര് സാലല്ല കൊടുക്കുന്നത്. അപ്പോൾ ഗവർണറായ ശേഷം പ്രസിഡൻ്റായ വ്യക്തി നമുക്ക് ഇതിൽ നോക്കുമ്പോൾ തന്നെ അറിയാം ആരൊക്കെയുണ്ട്. സായുള്ള പേര് ഒറ്റ ഒരാളിലുള്ള ആരാണ്? നമ്മൾ ഫസ്റ്റ് സായനുണ്ട്. സംസ്ഥാനത്തെ ഗവർണറായ ശേഷം പ്രസിഡൻ്റായ വ്യക്തി ഒന്ന് ഓർത്ത് വയ്ക്കാം. ആരാണ്? സക്കീർ ഹുസൈനാണ്. ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈനാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറായ ശേഷം. ഓക്കെ, ഇനി നമ്മുടെ APJ അബ്ദുൽ കലാമിനെ കൂടി നോക്കാം. എത്രാമത്തെ രാഷ്ട്രപതിയാണ്? 11ാമത്തെ രാഷ്ട്രപതിയാണ് APJ അബ്ദുൽ കലാം.
ഇനി നീലം സജീവ റെഡ്ഡി എത്രാമത്തെയാണ്? 6ാമത്തെ രാഷ്ട്രപതിയാണ്. ഇനി ഫക്രുദ്ദീൻ അലി അഹമ്മദ് എത്രാമത്തെയാണ്? 5ാമത്തെ രാഷ്ട്രപതിയാണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് 5ാമത്തെ രാഷ്ട്രപതിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിക്കുക എന്താണ്? മൗലിക അവകാശങ്ങളാണ്. 3 ഏതാണ്? അതിൽ തന്നെ നമുക്ക് ഉത്തരം 3 മൗലിക അവകാശങ്ങളാണ്. ഇനി നമുക്കിത് നോക്കാം. പൗരത്വം ഏത് ഭാഗത്തിലാണ്? 2ാം ഭാഗത്തിലാണ് പൗരത്വം. എത്രാം ഭാഗത്തിലാണ് പൗരത്വം? 2ാം ഭാഗത്തിലാണ്. ഇനി 4ാം ഭാഗത്തിലാണ് എന്നുള്ള നിർദ്ദേശീയ തത്വങ്ങളുള്ളത്. 4ാം ഭാഗത്തിലാണ് നിർദ്ദേശീയ തത്വങ്ങളുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടന ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന വ്യവസ്ഥ ചെയ്ത് ഏത് ഭേദഗതിയാണ്? ഏതാണ്? 24ാം ഭേദഗതി. എത്രാമത്തെയാണ്? 24ാം ഭേദഗതിയാണ്. ഇനി സ്വത്ത് സമ്പാദിക്കുവാനും സംരക്ഷിക്കാനും മൗലിക അവകാശത്തെ നിയമ അവകാശമായി മാറ്റിയത് എത്രാം ഭേദഗതിയാണ്? 44ാം ഭേദഗതിയാണ്. എത്രാമത്? ഇതാണ് 44ാം ഭേദഗതിയാണ്. ഇനി പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 16 അല്ലേ? 16 വയസ്സായാൽ തന്നെ നമുക്ക് എന്താവും? 16 വയസ്സായാലും എന്താവും? നമുക്കൊരു എല്ലായിടത്തും ഒരു അവസരം തരണം എന്ന് പറയും. 16 വയസ്സാകുമ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇരിക്കും. എന്നിട്ട് നമുക്ക് എല്ലായിടത്തും അവസരം തരണം. അപ്പോൾ അനുച്ഛേദം 16 ഇനി അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അടിയന്തരാവസ്ഥക്കാലത്ത് മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്യും? നിഷേധിക്കപ്പെടും. അതൊരു ക്വസ്റ്റ്യനാണ്. അടിയന്തരാവസ്ഥ നമ്മുടെ മൗലികാവകാശം നിഷേധിക്കപ്പെടുമോ? പെടും. അടിയന്തരാവസ്ഥ നമ്മുടെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടും. അത് ഏത് വകുപ്പ് പ്രകാരമാണെന്ന് ചോദിച്ചാൽ ഏത് വകുപ്പാണ്? ആർട്ടിക്കിൾ 359 ആർട്ടിക്കിൾ 359. ഇനി ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം എപ്പോഴാണ് വന്നത്? ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം വന്നത് 1993 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം വന്നത്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നവരാണ്. നമ്മുടെ സംസ്ഥാനത്തെ മെയിനായിട്ടുള്ള ആരാണ്? കേന്ദ്രത്തിലാണെങ്കിൽ രാഷ്ട്രപതി, സംസ്ഥാനത്ത് ആരാണ്? ഗവർണറാണ്. അപ്പോൾ ആരാണ് നിയമിക്കുന്നത്? ഗവർണറാണ് നിയമിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എക്സൊഫീഷ്യോ മെമ്പർ അല്ലാത്തതാര്? അപ്പോൾ ഉള്ളവരെ നമുക്ക് നോക്കാം. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ടാവും, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഓക്കെ. ഇനി ഇത് ആരില്ലാതെ കേന്ദ്ര നിയമ വകുപ്പ് ഉണ്ടാവില്ല. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ശുപാർശ ചെയ്യുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്. അത് മാറിപ്പോൾ ഗവർണറല്ല, മുഖ്യമന്ത്രിയാണ്. അടുത്ത ക്വസ്റ്റ്യനാണ്, ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ ആരാണ്? അലോക് റാവത്താണ് ദേശീയ മനുഷ്യാവകാശ പുരുഷനായ ആദ്യത്തെ ആള്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്താണ് മഞ്ചേശ്വരമാണ് അല്ലേ? കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്താണ് മഞ്ചേശ്വരമാണ്. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? 1.18%. ഇതെപ്പം ചോദിക്കുന്നത് ഓർത്ത് വെക്കണം, കാണാപ്പാടം പഠിച്ചോളാം. 1.18 118 എന്ന് പഠിച്ചാൽ മതി, അവിടെ ഒരു കുത്തിട്ടാൽ മതി. 1.18 ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ കേരളം. അങ്ങനെ കേരളത്തിൽ കളിമൺ നിക്ഷേപമുള്ള കളിമണ്ണ് എന്ന് പറയുമ്പോൾ കളിമണ്ണിനെ കുറിച്ച് നമുക്ക് കുണ്ടുകൊണ്ട് നമ്മളിപ്പോൾ കളിമണ്ണിലെടുത്തൊരു കുണ്ട് പോലെയാക്കൂലേ? കളിമണ്ണ് ഏറ്റവും കൂടുതലുള്ള നിക്ഷേപ പ്രദേശം എവിടെയാണ്? കുണ്ടറയാണ്. കളിമണ്ണ് ഏറ്റവും കൂടുതൽ എവിടെയാണ്? കുണ്ടറയിലാണ് കളിമണ്ണ് ഏറ്റവും കൂടുതലുള്ളത്. ഇനി മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏതാണ്? പെഡോളജി എന്നാണ്. മണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. ഇനി വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? സൈലൻറ്റ് വാലിയിലാണ് അല്ലേ? സൈലൻറ്റ് വാലി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? പാലക്കാടാണ്. ഇനി എന്താണ് മംഗളവനം എന്ന് നോക്കാം. ഒരു പക്ഷി സങ്കേതമാണ്, എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ.
ഇനി ഇരവികുളം എന്താണ്? ഈ ക്വസ്റ്റ്യൻ കുറേയോട്ട് റിപ്പീറ്റ് ആണ്. ഇരവികുളം എന്താണ്? അത് ഇരവികുളം എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ചോദിച്ചാൽ ഇരവികുളമാണ്. ഇരവികുളം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ അതിൽ തന്നെ ഉത്തരമുണ്ട് ഇരവികുളം. ഇടുക്കി ജില്ലയിലാണ് ഇരവികുളം സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയാണ് ഇരവികുളം സ്ഥിതി ചെയ്യുന്നത്. ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ്. ഇനി അതിന് വേറൊരു പ്രത്യേകതയാണ് ഇരവികുളം ഇരയല്ല ഇര. അവിടെ സംരക്ഷിക്കുന്ന ജീവി ആരെയാണ്? വരയാടിനെയാണ്. വരയാടിനെയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ സംരക്ഷിക്കുന്നത്. അങ്ങനെ എന്താണ് നെയ്യാറ്? തിരുവനന്തപുരം ജില്ലയിലാണ് നെയ്യാർ സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഏതാ സംരക്ഷിക്കുന്നത്? അവിടെ മുതലയാണ്. തനിമ കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പിലാക്കുക? തനിമ കൃതിക. അതിൽ നമുക്കൊരു കത്രികേൻ്റെ പേര് പോലെയുണ്ട്. എന്താണ്? കൈത്തറിയാണ്. കൈത്തറിയുമായി ബന്ധപ്പെട്ട മേഖലയാണ്. കൈത്തറിയുമായി ബന്ധപ്പെട്ടതാണ് ഇത് തനിമ കൃതിക എന്ന് പറയുന്നത്. ഇനി ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊഡക്റ്റ് എവിടെയാണ്? നീണ്ടകരയാണ്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി എവിടെയാണ്? നീണ്ടകരയാണ്. ഇനി KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ഏതാണ്? ബ്രഹ്മപുരത്താണ് അല്ലേ? കേരളത്തിലെ KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ബ്രഹ്മപുരമാണ്. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം എവിടെയാണ്? നിലമ്പൂറാണ് അല്ലെ? കേരളത്തിലെ ഏറ്റവും സ്വർണ്ണ നിക്ഷേപമുള്ളത് എവിടെയാണ്? നിലമ്പൂരിലാണ്. ഇനി കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്? ഡിണ്ടിഗൽ, കൊല്ലം എന്നിവയാണ്. ഡിണ്ടിഗലും കൊല്ലവുമാണ്. ഇനി കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ആഗമാനന്ദ സ്വാമിയാണ് അല്ലേ? ആഗമാനന്ദ സ്വാമിയാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 1/114 കഥ. ഇതാരാണ്? അക്കാമ ചെറിയാനാണ്. ആരാണ്? അക്കാമ ചെറിയാനാണ്. ഇനി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആയ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യ വനിതയാരാണ്? അക്കാമ ചെറിയാനാണ്. ഏതാണ്? അക്കാമ ചെറിയാനാണ്. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? വെങ്ങാനൂറാണ്. ഇത് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ആദ്യത്തെ കർഷക സമരം ആരാണ് സംഘടിപ്പിച്ചത്? അയ്യങ്കാളി. ഏത് വർഷമാണ്? 1909. അതെങ്ങനെയും ചോദിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണർമത്തെ തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകനാരാണ്? ആരാണ് അവർണർ ഇത് പിടിച്ച്? വൈകുണ്ഠസ്വാമിയാണ്. ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. ഇനി എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് ഇതാണ്? തലശ്ശേരിയിൽ നിന്നുള്ളതാണ്. ഇനി ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം? ഒന്നാം പഴശ്ശി കലാപം എപ്പോഴാണ് അവസാനിച്ചത്? 1797 ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത്. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത് എപ്പോഴാണ്? 1897. 1897 എന്ത് ചെയ്തത്? ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത്. ഇനി കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട കലാപം ഏതാണ്? അതാണ് ഏത്? അഞ്ചുതെങ്ങ് കലാപമാണ്. ഏതാണ്? അഞ്ചുതെങ്ങ് കലാപമാണ്. ഇനി ഏത് വിപ്ലവത്തിൻ്റെ സാക്ഷ്യം വഹിച്ച മലയാണ്? പുരളിമല എന്ന് പറയുന്നത് പഴശ്ശി വിപ്ലവമാണ്. ഇനി ഇത് നോക്കുക. കയ്യൂർ സമരം ഏതൊക്കെ വർഷമാണ്? 1941 മാർച്ച് 22 പുന്നപ്ര ഏതാണ്? 1946 മലബാർ ലഹള എപ്പോഴാണ്? 1923 പഴശ്ശി വിപ്ലവം തുടങ്ങിയത് എപ്പോഴാണ്? 1893 ഉപ്പു സത്യാഗ്രഹത്തിന് പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം? ഉപ്പ് സത്യാഗ്രഹം തുടങ്ങിയത് 1930 അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഉപ്പ് മുപ്പ് എപ്പോഴാണ്? പക്ഷേ ഗാന്ധിജി പിന്നെ അറസ്റ്റ് ചെയ്തത് AKGയെ 1930 മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? 32 അല്ലേ? എല്ലാവരും പറയുന്നത് എൻ്റെ 32 വലിയ ഞാൻ അടിച്ചു വിളിക്കും. 32 ഉണ്ട്. മനുഷ്യരീതിയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ചോദിച്ചാൽ മനുഷ്യരീതിയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? ശ്വാസകോശമാണ് അല്ലേ? മനുഷ്യരീതിയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണ് ശ്വാസകോശമാണ്. മനുഷ്യരുടെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണ് ശ്വാസകോശമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്ന സ്ഥലം എവിടെയാണ്? രക്തം കട്ടയല്ല പിടിക്കേണ്ടത്? കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് എവിടെയാണ്? കരളിലാണ്. കട്ട പിടിക്കാൻ കരളിലാണ്. കരളിലാണ്. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? അനൈച്ഛിക പ്രവർത്തനങ്ങളാണെങ്കിൽ എവിടെയാണ്? അനൈച്ഛിക പ്രവർത്തനങ്ങളാണെങ്കിൽ നമ്മുടെ മെഡില്ല ഒബ്ലാങ്കേറ്റയാണ് അല്ലേ? മെഡില്ല ഒബ്ലാങ്കേറ്റിലാണ് അനൈച്ഛിക പ്രവർത്തനങ്ങളെ ഇതാക്കുന്നത്. മെഡില്ല ഒബ്ലാങ്കേറ്റയിലാണ്.
ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, അതിന് വേറെ നോക്കാം. ഐച്ഛിക പ്രവർത്തനമാണെങ്കിൽ എവിടെയാണ്? സെറിബ്രത്തിലാണ്. ഇനി മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം എവിടെയാണ്? മദ്യം ബാധിക്കുന്നത് സെറിബെല്ലത്തിലാണ് അല്ലേ? സെറിബെല്ലത്തിലാണ്. മദ്യം ബാധിച്ച് നമ്മളെ മദ്യം ബാധിക്കുന്ന ഇതെവിടെയാണ്? സെറിബെല്ലത്തിലാണ്. അതായത് മദ്യം കുടിച്ച് നമ്മുടെ തുലനില പോകും. അപ്പോൾ ശരീരത്തിന് തുലനാവസ്ഥയിലും ബാധിക്കുന്നത് സെറിബെല്ലത്തിലാണ്. ഇത് ഞാൻ ഓർത്ത് വെച്ചാൽ എങ്ങനെയാ വെച്ചാൽ മദ്യത്തിൻ്റെ കളർ എന്നാൽ ഒരു ബെല്ലത്തിൻ്റെ കളറാണ്. നമ്മുടെ നാട്ടിൽ വെല്ലം എന്ന് പറയും, നാട്ടിലെന്ന് അറിയില്ല, ബെല്ലത്തിൻ്റെ കളറാണ് ആ മദ്യത്തിൻ്റെ കളർ. അതുകൊണ്ട് മദ്യം ബാധിക്കുന്നത് എവിടെയാണ്? സെറിബെല്ലത്തിലാണ്. ഓക്കെ. ഇനി പേശികളെക്കുറിച്ചുള്ള പഠനം എന്താണ്? പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജിയാണ്. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജിയാണ്, പേശികളെക്കുറിച്ചുള്ള പഠനം. ഇനി പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ്. ഇനി വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് എന്താണ്? വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നതാണ് ബയോട്ടിനാണ്. വൈറ്റമിൻ എച്ച് എന്ന് പറയുന്നത് ഇത് ഓർത്ത് വെക്കാൻ ഒറ്റ കാര്യമുള്ളൂ. എച്ച് ശരിക്കും എഴുതി നോക്കിയേ. എന്താണ് എച്ച് ശരിക്കും നോക്കിയാൽ? ബി പോലെ കാണാമല്ലോ. എച്ച് ശരിക്കും ഇതാ ബി അല്ലേ? ബി അല്ലേ എച്ച് ഒന്ന് ശരിക്കും ഇതായാലേ ബി. അപ്പോൾ ബിയിൽ തുടങ്ങുന്നത് ഏതാണ്? ബയോട്ടിനാണ്. ഇനി ഫോളിക് ആസിഡ് B9 ആണ്. റൈബോഫ്ലാവിൻ B2 ആണ്. തയാമിൻ എന്ന് പറയുന്നത് ഏതാണ്? B1 ആണ്. തയാമിൻ എന്ന് പറയുന്നത് B1 ആണ്. ഇനി എന്താണ് സഹദ് ടെലിമെഡിസിൻ? സഹദ് ഏതാണ്? ഈ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി ഏതാണ്? അപ്പോളോ ഹോസ്പിറ്റൽ. ഏതാണ്? അപ്പോളോ ഹോസ്പിറ്റലാണ്. ഇനി റേച്ചൻ കെയ്സൺ രചിച്ച സൈലൻറ്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദ വിഷയം ഏതാണ്? DDT ആണല്ലേ? ഇത് DDT ആണല്ലേ? DDT ആണ്. ഇനി ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായ പങ്കുവയ്ക്കുന്ന അറ്റോമിക കണികൾ ഏതാണ്? ഒരു രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ ആണല്ലേ? എന്താണ്? ഇലക്ട്രോൺ ആണ്. ഇനി കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഇതെപ്പം ചോദിക്കുന്നത് കലാമിൻ സിങ്കിന്. ഇത് റിപ്പീറ്റ് ചോദിച്ചതാണ്. കലാമിൻ സിങ്കിൻ്റെ ആണ്. ഇനി ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹൈഡ്രജനാണ്. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജനാണ്. പിന്നെ ഭാവിയിലെ ഇന്ധനം എന്നൊരു ഹൈഡ്രജനാണ്. ഇനി ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതാണ്? ബാത്തിങ് സോപ്പിലാകുമ്പോൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ്. നമ്മൾ ഒന്ന് ഓർത്ത് നോക്കാം. പൊട്ടാസ്യം എന്നുള്ളത് ആദ്യം ഓർത്ത് നോക്കാം. പൊട്ടാസ്യം ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഹൈഡ്രോക്സൈഡ് നോക്കുമ്പോൾ നമ്മൾ ബാത്തിങ് സോപ്പ് കൈനെ കൊണ്ടിടുമ്പോൾ ഹാൻഡെല്ലാം വൃത്തിയാക്കാനൊക്കെ നമ്മൾ ബാത്തിങ് സോപ്പ് ഉപയോഗിക്കില്ല. അങ്ങനെ ഓർത്ത് നോക്കാം. ഓക്കെ ഹൈഡ്രോക്സൈഡ് എന്ന് ഓർത്ത് നോക്കാം. ഇനി ലെസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കാത്ത മൂലകം ഏതാണ്? അത് നമ്മൾ ഏതാണ്? ഓക്സിജനെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റൂല. ലെസൻസ് പരീക്ഷണത്തിലൂടെ പ്രവൃത്തി ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഒരു കഴിവ് വേണം. ഒരു ഊർജ്ജം വേണ്ടേ? അപ്പോൾ പ്രവൃത്തി ചെയ്യാൻ ഒരു കഴിവിന് എന്ത് പറയും? ഊർജ്ജം. പ്രവൃത്തി ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഒരു ഊർജ്ജം വേണ്ടേ? അതുകൊണ്ട് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് എന്ത്? ഊർജ്ജം എന്ന് പറയുന്നത്. ഇനി ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തെയാണ് എന്ത് പറയുന്നത്? ചലനം എന്ന് പറയും. ചുറ്റുപാട് ഒരു വസ്തുവിന് ഇതാണ് ചലനം എന്ന് പറയുന്നുണ്ട്. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? ദ്രവ്യത്തിന് എത്ര അവസ്ഥകളുണ്ട്? 7 അവസ്ഥകളുണ്ട്. 7 അവസ്ഥകളാണ് ദ്രവ്യത്തിനുള്ളത്. ഇനി ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്ര ഡെയിനാണ്? 10.5 ആണല്ലേ? ഇനി സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? നമ്മുടെ പ്ലൂട്ടോയാണല്ലേ? സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹമാണ് പ്ലൂട്ടോയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ GK നോക്കുന്നത്. മാത്സ് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അടുത്ത PVK ഡിസ്കഷനുമായി അടുത്ത ക്ലാസ് കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.